സോ ഒപ്പാരിൻ ആൻഡ് ഹാൽഡൻ തിയറിയിൽ എബയോജെനിസിസിലൂടെ പിന്നെ കെമിക്കൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എബയോജെനിസിസ് നടക്കുന്നുണ്ട് പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളിൽ നിന്ന് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടാവണമെന്ന് ആര് പറഞ്ഞു? ഒപ്പാരിൻ ആൻഡ് ഹാൽഡൻ തിയറി പ്രപ്പോസ് ചെയ്തു. ആ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളാണ് കമ്പൈൻ ചെയ്ത് റീകമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായി എന്ന് പറയുന്നു. ഇതെല്ലാം സംഭവിച്ചത് എവിടെയാണ്? വാട്ടറിലാണ്. സോ ആ തിയറിയാണ് മോർ ഓർ ലെസ് ആക്സെപ്റ്റ് ചെയ്ത തിയറി. ആ തിയറി ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം അതിന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് നമ്മുടെ എസ്.എൽ. മില്ലർ ഇതാണ്. എസ്.എൽ. മില്ലർ എന്ന് പറയുന്നത് ഹാരോൾഡ് സി യൂറേ ആസ്ട്രോണമറാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്. ഹാരോൾഡ് സി യൂറേ ആൻഡ് സ്റ്റാൻലി എസ് മില്ലർ, ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് സ്റ്റാൻലി എസ് മില്ലർ. സോ സ്റ്റാൻലി എസ് മില്ലർ എസ്.എൽ. മില്ലർ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സോ യൂറി ആൻഡ് മില്ലർ എക്സ്പെരിമെൻറ്റിലൂടെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും കൂടി എന്ത് ചെയ്തു? ആ എക്സ്പെരിമെൻറ്റിൽ അന്നത്തെ കാലത്ത് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന അതേ സിമിലർ കണ്ടീഷൻസ് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തു. ലബോറട്ടറിയിൽ പ്രിമിറ്റീവ് എർത്തിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണോ പ്രിവെയിലിംഗ് ആയിട്ടുണ്ടായിരുന്നത് അതേ കണ്ടീഷൻസ് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ കണ്ടീഷൻസിൽ അന്നുണ്ടായി എന്ന് പറയുന്ന തരത്തിലുള്ള ഓർഗാനിക് മോളിക്യൂൾ, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകൾ ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അവർ ടെസ്റ്റ് ചെയ്തു. അതാണ് യൂറി ആൻഡ് മില്ലർ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എസ്.എൽ. മില്ലർ എക്സ്പെരിമെൻറ്റ്. സോ ഹാരോൾഡ് സി യൂറേ ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ സ്റ്റാൻലി എൽ മില്ലർ അവരെന്ത് ചെയ്തു? ക്രിയേറ്റഡ് സിമിലർ കണ്ടീഷൻസ് ഇൻ ദ ലബോറട്ടറി. ഏത് കണ്ടീഷൻസാണ്? പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതേ കണ്ടീഷൻസ് നമ്മുടെ ഒപ്പാരിൻ ഹാൽഡൻ തിയറിയിൽ പറയുന്നുണ്ട് എന്ത് കണ്ടീഷൻസ് ആയിരുന്നു. ആ കണ്ടീഷൻസിൽ എങ്ങനെയാണ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകൾ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായിട്ട് മാറിയത്. സോ ആ ഒപ്പാരിൻ ഹാൽഡൻ തിയറിയിൽ പറയുന്ന പോലത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കണ്ടീഷൻസ് ലബോറട്ടറിയിൽ സെറ്റ് ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ഒരു ഗ്ലാസ് അപ്പാരറ്റസ് ഡിസൈൻ ചെയ്തു. ഗ്ലാസ് ഉള്ള അപ്പാരറ്റസ്, ഗ്ലാസ്സോട് കൂടിയ ഗ്ലാസ് ടൈപ്പുള്ള അപ്പാരറ്റസ്. ആ ഗ്ലാസ് അപ്പാരറ്റസിൽ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരുന്നു, ഗ്യാസ് ചേംബർ ഉണ്ടായിരുന്നു, മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ടായിരുന്നു, അതുപോലെ ഇലക്ട്രിക് സ്പാർക്കിന് വേണ്ടി ഇലക്ട്രോഡുകൾ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടൻസർ കൂളിങ്ങിന് വേണ്ടിയിട്ട് കണ്ടൻസർ ഉണ്ടായിരുന്നു, പിന്നെ യു ഷേപ്ഡ് ട്യൂബ്. ഇത്രയും അടങ്ങിയ ഒരു ഗ്ലാസ് അപ്പാരറ്റസ് അവർ ഡിസൈൻ ചെയ്തു. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്ത് നോക്കാം? അവർ ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക്, നമ്മൾ പറഞ്ഞ ഗ്ലാസ് അപ്പാരറ്റസിൻ്റെ അങ്ങനത്തെ ഗ്ലാസ് അപ്പാരറ്റസിലുള്ള ഒരു ഫ്ലാസ്ക്, ആ ഫ്ലാസ്ക് ക്ലോസ്ഡ് ആണ്. ആ ക്ലോസ്ഡ് ഫ്ലാസ്കിൽ വാട്ടർ ബോയിൽ ചെയ്തു. ബോയിൽഡ് വാട്ടർ ഇൻ ക്ലോസ്ഡ് ഫ്ലാസ്ക്. എന്തിനു വേണ്ടിയിട്ട് ആ ക്ലോസ്ഡ് ഫ്ലാസ്കിൽ ബോയിൽ ചെയ്ത വാട്ടർ വേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു എന്ന്. സോ വാട്ടർ വേപ്പറിന് വേണ്ടിയിട്ട് ആ ക്ലോസ്ഡ് ഫ്ലാസ്കിൽ വാട്ടർ എന്ത് ചെയ്തു? ബോയിൽ ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബോയിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നീട് വേറൊരു ഗ്യാസ് ചേംബർ, ഗ്ലാസ് അപ്പാരറ്റസിൽ തന്നെ വേറൊരു ഇതാണ് ഗ്യാസ് ചേംബർ. ഒരു ഗ്യാസ് ചേംബറിൽ നമ്മുടെ അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മിക്സ്ചർ തയ്യാറാക്കി. അതാണ് ഗ്യാസ് ചേംബറിലെ മിക്സ്ചർ ഓഫ് മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ, 800 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ വേപ്പർ, പിന്നെ ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്, ഇത്രയും അടങ്ങിയ ഒരു മിക്സ്ചർ ഗ്യാസ് ചേംബറിൽ പ്രൊവൈഡ് ചെയ്തു. സോ ഗ്യാസ് ചേംബറിൽ മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ ആൻഡ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസിലുള്ളത്, അതുപോലെ ലൈറ്റർ ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്, ഇത്രയും ആ ഒരു ഗ്യാസ് ചേംബറിൽ പ്രൊവൈഡ് ചെയ്തു. ഇതിന് ശേഷം എന്ത് ചെയ്തു? ഈ പറഞ്ഞ ബോയിൽഡ് വാട്ടർ, അതുപോലെ ഗ്യാസ് ചേംബർ, അത് കഴിഞ്ഞിട്ട് അത് വരുന്നത് ഈ പറഞ്ഞ മിക്സ്ചറുകളെല്ലാം ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക് ഡിസ്ചാർജ് വഴി, സോ സർക്കുലേറ്റഡ്, ഈ ഗ്യാസ് ചേംബറിലുള്ള മിക്സ്ചറുകളൊക്കെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഓവർ ഇലക്ട്രിക് സ്പാർക്ക്. സോ ആ മിക്സ്ചർ ഓഫ് മീഥെയിൻ, അമോണിയ, വാട്ടർ വേപ്പർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്തു? സർക്കുലേറ്റഡ് ഓവർ ഇലക്ട്രിക് സ്പാർക്ക്. ഇലക്ട്രിക് സ്പാർക്കിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഇലക്ട്രിക് സ്പാർക്ക് എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്ത് ഇലക്ട്രോഡുകളാണ്. സോ ആ ഗ്യാസ് ചേംബറിൽ ഇലക്ട്രോഡുകളുണ്ട്. സോ ആ ഇലക്ട്രോഡുകൾ 75,000 വോൾട്ടിലുള്ള ആ ഇലക്ട്രോഡ്, അത്രയും
ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോഡുകളാണ് ഇലക്ട്രിക് സ്പാർക്ക് അല്ലെങ്കിൽ അത്രയും ഡിസ്ചാർജ് നടത്തിയത്. സോ ഈ മിക്സറുകളൊക്കെ ഈ ഇലക്ട്രിക് സ്പാർക്കിലൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ആ ചൂടായിട്ടുള്ള ആ മിക്സർ എന്ത് ചെയ്തു, കൂൾ ചെയ്തു. കൂൾ ചെയ്യാനായിട്ട് അതിനുശേഷം അത് അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പാരറ്റസിൽ കണ്ടൻസറായിരുന്നു. സോ ഈ മിക്സർ ഈ ഇലക്ട്രിക് സ്പാർക്കിലൂടെ പോയി ചൂടായി കഴിഞ്ഞ് ഈ 75,000 വോൾട്ടിലൂടെ ഇലക്ട്രോഡ് ക്രിയേറ്റ് ചെയ്ത അതിലൂടെ ഇലക്ട്രിക് സ്പാർക്കിലൂടെ വന്നിട്ട് ആ മിക്സർ കൂൾ ചെയ്യാൻ അനുവദിച്ചു. കൂളിനെ കണ്ടൻസറിൽ ആ ഒരു ഇൻലെറ്റ് വാട്ടർ കൊടുത്ത് കൂൾ ചെയ്യാൻ അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കൂളിങ് കഴിഞ്ഞിട്ട് വീണ്ടും ആ മിക്സറിനെ എന്ത് ചെയ്തു, എഗെയിൻ ഹീറ്റഡ്, വീണ്ടും എന്ത് ചെയ്തു, സർക്കുലേറ്റ്, നമ്മുടെ ആ ബോയിൽഡ് വാട്ടറിലേക്ക് പോണു, ഗ്യാസ് ചേമ്പറിൽ പോണു, ഇലക്ട്രിക് സ്പാർക്കിലൂടെ അത് കണ്ടൻസറിലെത്തുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ചൂടാക്കുന്നു. സോ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതേ സെയിം മിക്സർ സർക്കുലേറ്റ് ചെയ്തു അപ്പാരറ്റസിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുക, ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുക. സോ സർക്കുലേറ്റ് മിക്സർ ഇൻ അപ്പാരറ്റസ് ഓൾട്ടർനേറ്റ് ബോയിലിംഗ് ആൻഡ് കൂളിംഗ്. ഹീറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവായിട്ട് ബോയിൽ ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. സോ ബോയിലിംഗ് വാട്ടർ, അവിടെ നിന്ന് വന്ന വാട്ടർ വേപ്പർ, അതുപോലെ ഗ്യാസ് ചേമ്പറിലുള്ള ആ മിക്സ്ചർ, അത് കഴിഞ്ഞ് അതിനെ ആ ഹീറ്റ് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക് സ്പാർക്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണ അത്, അതിനുശേഷം അത് തണുപ്പിക്കുന്നു, വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ചൂടാവുന്നു, വീണ്ടും കണ്ടൻസറിലെത്തുന്നു, തണുക്കുന്നു. സോ ഓൾട്ടർനേറ്റീവായിട്ട് ബോയിലിങ്ങും കൂളിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ചൂടാവുക, തണുക്കുക, ചൂടാക്കുക. സോ അന്നത്തെ എർത്തിലുണ്ടാവുന്ന ആ ഒരു പ്രിവെയിലിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ് ഇതേ ആ മിക്സ്ചറുകൾ. അതുപോലെ അന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഹീറ്റിംഗ് കൂളിംഗ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കണ്ടീഷൻസ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് ഓൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് നടത്തിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അതിന് ഈ പറഞ്ഞ ഉണ്ടാവുന്ന പ്രോഡക്റ്റുകളെ കളക്ട് ചെയ്യാനുള്ള ഒരു ചേംബർ ഉണ്ടായിരുന്നു. സോ അനലൈസ്ഡ് കെമിക്കൽ കോമ്പോസിഷൻ. ഈ ആൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് കൂളിങ്ങിലൂടെ അവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. ഈ സിമ്പിളായി ഇവിടെയുള്ള ഈ മോളിക്യൂളുകൾ, ഈ മിക്സ്ചർ ഓഫ് മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ ആൻഡ് ലൈറ്റ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്, പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രിക് സ്പാർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, ലൈറ്റനിങ് ഓഫ് പ്രിമിറ്റീവ് എർത്ത്. പ്രിമിറ്റീവ് എർത്തിൽ, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന എർത്തിൽ അവിടേക്ക് എനർജി കിട്ടിയിരുന്ന ഏതാണ്, ലൈറ്റനിങ്, അൾട്രാ വയലറ്റ്, അങ്ങനെ വോൾക്കാനിക് സ്റ്റോം, അങ്ങനെ ഡിഫറെൻറ്റ് എനർജി സോഴ്സുകളായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലൈറ്റനിങ് ഓഫ് പ്രിമിറ്റീവ് എർത്തിന് ഇക്വലൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തത്. അത് 75,000 വോൾട്ട് ഇലക്ട്രോഡിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് കൂളിംഗ് കണ്ടിന്യൂസ്ലി 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കെമിക്കൽ കോമ്പോസിഷൻ, അവിടെ ഉണ്ടാവുന്ന ആ കോമ്പിനേഷൻ റീകോമ്പിനേഷൻ എന്ന കെമിക്കൽ കോമ്പൗണ്ടുകളിൽ അവിടെയുള്ള ലിക്വിഡിൽ കളക്ട് ചെയ്തപ്പോൾ അപ്പാരറ്റസിലുള്ള ലിക്വിഡ്, സോ ഈ ഹീറ്റിംഗ് കൂളിംഗ് കഴിഞ്ഞ് അവിടെയുള്ള അപ്പാരറ്റസിൽ വരുന്ന ലിക്വിഡ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള കോമ്പൗണ്ടുകൾ കിട്ടുന്നു. അപ്പോൾ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സാന്നിധ്യം അവിടെ കാണാൻ പറ്റി. സോ ഓൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് കൂളിങ്ങിലൂടെ അവിടെ ഈ പറഞ്ഞ മിക്സ്ചർ, ഈ പറഞ്ഞ ലൈറ്റ് സോഴ്സ് ഓഫ് എനർജിയുടെ സഹായത്തോടു കൂടി ഹീറ്റിംഗ് കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ആ നമ്മുടെ പറയുന്ന അപ്പാരറ്റസിൻ്റെ ഉള്ളിലെ ലിക്വിഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് കോമ്പിനേഷൻ റീകോമ്പിനേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടു. ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ലൈക്ക് നമ്മുടെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളായ അമിനോ ആസിഡുകൾ കണ്ടെത്താൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഗ്ലൈസിൻ പോലത്തെ സിമ്പിൾ അമിനോ ആസിഡുകൾ അതൊക്കെ കാണാൻ പറ്റി. ഗ്ലൈസിൻ അങ്ങനത്തെ അലാനിൻ പോലത്തെ സിമ്പിൾ അമിനോ ആസിഡുകൾ കിട്ടി. ഈ സിമ്പിൾ അമിനോ ആസിഡുകൾ കിട്ടിയപ്പോൾ നമ്മൾക്ക് ക്ലിയറായി ഈ അപ്പാരൻ ഹാൽഡെയ്ൻ പറഞ്ഞ പോലെ തന്നെയാണ് അന്ന് ഈ പറഞ്ഞ പ്രിമിറ്റീവ് എർത്തിൽ ഈ പറഞ്ഞ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത്. ആദ്യത്തെ ലൈഫ് എവിടുന്ന, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾ. സോ ഇത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളിൽ നിന്ന് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തു. അവർ വീണ്ടും കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോം. അതാണ് പ്രിമിറ്റീവ് ലൈഫിലെ ആദ്യത്തേത്. ഇനി നമ്മൾ എടുത്ത ആ യൂറിയൻ മില്ലർ അല്ലെങ്കിൽ സ്റ്റാൻലി എസ്.എൽ. മില്ലർ എക്സ്പെരിമെൻറ്റിൽ എടുത്ത കോമ്പിനേഷൻ മീഥേൻ, അമോണിയ ആൻഡ് ഹൈഡ്രജൻ, അത് 2:2:1 ഈ കോമ്പിനേഷനിലാണ് അവർ ഈ പറഞ്ഞ മിക്സർ എടുത്തത്. ഇനി ഈ എക്സ്പെരിമെൻറ്റിലൂടെ
വേറൊരു കാര്യം, നമ്മുടെ പ്ലാനറ്റ് എർത്തിൽ വന്ന് എന്ന് പറയപ്പെടുന്ന കുറേ മെട്രോയിറ്റുകളുണ്ട്. മെട്രോയിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ. അവരുടെ കുറിച്ചുള്ള സ്റ്റഡി, മെട്രോയിറ്റിൻ്റെ കണ്ടൻറ് അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സിമിലർ ആ മെട്രോയിറ്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അനലൈസ് ചെയ്തപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രസൻസ് കാണാൻ പറ്റി. മെട്രോയിറ്റുകളിൽ, ഈ ഉൽക്കകളിൽ ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രസൻസ്. സോ മറ്റ് പ്ലാനറ്റുകളിൽ അല്ലെങ്കിൽ അവിടെ സ്പേസിൽ എവിടെയൊക്കെയോ ഇതേപോലത്തെ സിമിലർ പ്രോസസ്സുകൾ എവിടെയൊക്കെയോ എൽസ്ഫെയർ ഇൻ സ്പേസിൽ നടക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അതിൻ്റെ ആ ഒരു പാർട്ടാണ് നമ്മുടെ എർത്തിൽ വന്നത് പതിച്ചേക്കുന്നത്. സോ ഈ മെട്രോയിഡ് കണ്ടൻറ് അനാലിസിസിലും ഇതേ പ്രോസസ്സുകൾ തന്നെ എവിടേക്കോ സ്പേസിൽ നടക്കുന്നു എന്നുള്ളതിന് തെളിവായി. സോ കെമിക്കൽ ഇവല്യൂഷൻ തന്നെയാണ് മോർ ഓർ ലെസ് ആക്സെപ്റ്റ് ചെയ്ത് ആര് വഴി നമ്മുടെ SL മില്ലർ എക്സ്പെരിമെൻറ്റിലൂടെ പാരിൻ ആൻഡ് ഹാൽഡൻ തിയറി ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന സെയിം കണ്ടീഷൻസ് ലബോറട്ടറിയിൽ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന ഇതുപോലത്തെ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നെ നമ്മുടെ SL മില്ലർ എക്സ്പെരിമെൻറ്റിലും അവർക്ക് കിട്ടി. അങ്ങനെ തന്നെയാണ് ഹാൽഡൻ തിയറി പറയുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് പ്രിമിറ്റീവ് ലൈഫ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തെന്നുള്ളതിന് പ്രൂഫായി. ഇതേ എക്സ്പെരിമെൻറ്റ് നമ്മുടെ SL മില്ലറിന് ശേഷം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇതേ എക്സ്പെരിമെൻറ്റ് പലതരത്തിൽ പല കോമ്പിനേഷനിലുള്ള മിക്സ്ചർ വഴിയും പലതരത്തിലുള്ള സോഴ്സ് ഓഫ് എനർജി അൾട്രാവയലറ്റ് യൂസ് ചെയ്തു, അതുപോലെ വോൾക്കാനിക് സ്റ്റോമുകൾ ഉപയോഗിച്ചു. പല സോഴ്സ് ഓഫ് എനർജിയിലൂടെയും ഇതേ മിക്സ്ചർ പല കോമ്പിനേഷനിലും ചെയ്തു നോക്കി. അവർക്കൊക്കെ എന്ത് കിട്ടി? സെയിം റിസൾട്ട് കിട്ടി. എന്ത് റിസൾട്ട്? സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതിനർത്ഥം പ്രിമിറ്റീവ് എർത്ത് ഇങ്ങനെ തന്നെയാണ് ലൈഫ് ഫോം ചെയ്തേക്കണേ എന്നാണ്.